ഹലോ ഫ്രണ്ട്സ്, റിയാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഇൻ്റർവ്യൂവിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ടുള്ള റിയാക്റ്റിലെ പ്രോപ്സ് ഡ്രില്ലിംഗ് എന്താണെന്നുള്ളതാണ്. നമുക്കതൊരു എക്സാമ്പിൾ വഴി പഠിക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു പേരൻറ്റ് കമ്പോണൻ്റായിട്ട് കരുതുക. റിയാക്റ്റ് ഫങ്ഷണൽ കമ്പോണൻറ്റ് വിത്ത് എക്സ്പോർട്ട്. അതിനുശേഷം നമുക്ക് ഇത് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ചൈൽഡ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ ചൈൽഡ് എ എന്ന് കൊടുക്കുന്നു. ഇത് വീണ്ടും കോപ്പി ചെയ്തിട്ട് വീണ്ടും ഒരു ചൈൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഗ്രാൻഡ് ചൈൽഡ് ബി എന്ന് കൊടുക്കുന്നു. ഇവിടെ ചൈൽഡ് ഞാൻ കോൾ ചെയ്യുന്നു. ചൈൽഡ് എന്നിട്ട് അതിനകത്തൊരു പ്രോപ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അജിത്ത് എന്ന് പറഞ്ഞൊരു യൂസർ അങ്ങോട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പേരൻറ്റിനകത്തുനിന്ന് ചൈൽഡിനെ കോൾ ചെയ്ത് ഒരു പ്രോപ്സ് വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്. ഈ പ്രോപ്സിനെ നമുക്ക് ചൈൽഡിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ പ്രോപ്സ് എന്ന് പറയുക പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യാൻ. അതിനുശേഷം ഇവിടുന്ന് ഞാൻ ഗ്രാൻഡ് ചൈൽഡിനെ ഒന്ന് കോൾ ചെയ്യാം. ചൈൽഡ് ബി ആണ് ഗ്രാൻഡ് ചൈൽഡ്. ഇവിടെ ഞാൻ യൂസറെ പാസ് ചെയ്യുന്ന അങ്ങോട്ട് ഇവിടെ നിന്ന് കിട്ടിയ യൂസർ. ഇവിടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്സ് ഡോട്ട് യൂസർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ടാഗ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ അതൊന്ന് യൂസ് ചെയ്യാം. ഇവിടെ പ്രോപ്സ് പറയണം. പ്രോപ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ h1 ഹലോ, ഇവിടെ പ്രോപ്സ് ഡോട്ട് യൂസർ, ഇവിടെ പ്രോപ്സ് ഡോട്ട് യൂസർ എന്ന് പറയുക. ഇപ്പം നമുക്കിവിടെ കാണാം, ഇവിടെ ഹലോ അജിത്ത് എന്നൊന്ന് വന്നിട്ടുണ്ട്. പ്രോപ്സ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ പേരൻറ്റിനകത്തുനിന്നൊരു പ്രോപ്പർട്ടി നമുക്ക് അതിൻ്റെ ചൈൽഡിലോട്ട് പാസ് ചെയ്യുന്നു. അതിൻ്റെ ചൈൽഡിൽ നിന്ന് അതിൻ്റെ ഗ്രാൻഡ് ചൈൽഡിലോട്ട്. അതിൻ്റെ ഗ്രാൻഡ് ചൈൽഡിൽ മാത്രമായിരിക്കും അത് ഉപയോഗിക്കുന്നത്. ബാക്കി മുകളിലോട്ടൊരിടത്തും ഉപയോഗിക്കുന്നില്ല.